കേക്കൊക്കെ ഫൈനലായിട്ട് അറേഞ്ച് ചെയ്യണതിൻ്റെ തിരക്കിലാണ്. നമ്മുടെ കേക്ക് എത്തിയിട്ടുണ്ട്. ഇമ്മാനുവലിന് നമുക്ക് പേര് എഴുതിയിട്ട് കാറിന്റെ ഡിസൈൻ ഒക്കെ ഇട്ട് നമ്പർ 1 കാറിന്റെ മുകളിലിട്ട ചേട്ടന്റെ തൊപ്പി എടുക്കണ്ട ആവശ്യണിയുടെ തൊപ്പിയോ? ആരെങ്കിലും ആവശ്യണിയുടെ തൊപ്പി ബാക്കിൽ നിന്ന് വെച്ചു കൊടുക്കോ? ഇതേ തൊപ്പി ബാക്കിൽ നിന്ന് വെച്ചു കൊടുത്ത് ബാക്കിൽ നിന്ന് ആവശ്യണി ഈ തൊപ്പി മുകളിൽ പിടിച്ചാൽ മതി. ഞങ്ങള് പ്രവീണിന്റെ പാരന്റ്സ് 2 പേര്, ഡാഡി മമ്മി, പാരന്റ്സ് പപ്പ മമ്മി. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മോനത്തിന് എല്ലാവർക്കും അറിയാലോ. ഇത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും മിസ് ചെയ്യുന്ന ഞങ്ങളുടെ ഏറ്റവും ക്ലോസസ്റ്റ് റിലേറ്റീവ് എൻ്റെ അനിയത്തി ബിനുട്ടി, അവരുടെ ഹസ്ബൻഡ് അനീഷ്, അവരുടെ കുഞ്ഞു വാവ ഉണ്ണിമോള്. അവർ സിംഗപ്പൂരാണ്, അതുകൊണ്ട് എത്തിച്ചേരാൻ പറ്റിയില്ല. അപ്പൊ അവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. ഒപ്പം നിങ്ങളെ കേട്ടോ. കഴിച്ചതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഔസുണ്ണിക്ക് കേക്ക് കഴിച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആളവിടെ പുതിയൊരു ചെപ്പ് കിട്ടിയത് നോക്കിയിട്ട് ആ മോനോട്ടൻ്റെ തലയിലുള്ള തൊപ്പി വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഔസുണ്ണി.
ഔഷുണ്ണി കുറുമ്പനാണെന്ന് എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായില്ലോ. ബർത്ത്ഡേ ആണ് കേട്ടോ. അതിന് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ളത് ബിരിയാണി, ബീഫ്, പോർക്കും ചേനയും, സാലഡ്, പിക്കിൾ. ഇന്ന് നമ്മുടെ ഗ്രാൻഡ് പാരൻസ് മാത്രമായിട്ടുള്ള ആഘോഷമാണ്. കോവിഡൊക്കെ വന്ന കാരണം നമുക്ക് ഹോട്ടലൊന്നും ബുക്ക് ചെയ്യാൻ പറ്റില്ല. അത് കാരണം ലിമിറ്റഡ് രീതിയിലുള്ള ചെറിയൊരു ആഘോഷം. മോനൊക്കെ അടങ്ങിയിരിക്കാട്ടോ. അവൻ്റെ സമയത്തിന് വൈകിപ്പോയി. റാണിയുടെ മകനെ ഏറ്റവും ഫേവറേറ്റ് ആണ് പോർക്കും ചേനയും. അത് വരുന്ന നമ്മുടെ ഈസ്റ്ററിനും ക്രിസ്മസിനും ആദ്യം നോമ്പ് വിടാൻ പോർക്ക് വെച്ചിട്ടാണ് രാവിലെ. അപ്പൊ അത് കാരണം പോർക്കും ചേനയും ലോക്ക്ഡൌൺ ആയതിലൂടെയാണ് ഞാൻ പോർക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. രണ്ടു വട്ടം നമ്മുടെ ചാനലിൽ കിട്ടിയിട്ടുണ്ടോ? ട്രൈ ചെയ്തോളൂ. ഭക്ഷണം കഴിക്കുമ്പോ നോക്കിയിരിക്കാന്ന് കിട്ടിയില്ലേ? മമ്മി, നമ്മുടെ ബിരിയാണി പ്രിപ്പറേഷൻ എപ്പാ തുടങ്ങിയത്? 4 മണിക്ക് എഴുന്നേറ്റാ? 4 മണിക്ക് എഴുന്നേറ്റു. എന്നിട്ട് നമ്മള് ഉള്ളിയൊക്കെ മുറിച്ച് ഒരു 8 മണിയോടുകൂടി നമ്മുടെ ബിരിയാണി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഇന്നലെ നമ്മൾ ബീഫ് വെച്ചു. നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ചേച്ചിയുണ്ട്. ചേച്ചിയാണ് നമ്മുടെ പോർക്കും ചേനയൊക്കെ വെച്ചത് കേട്ടോ. കാരണം നമ്മൾ പോർക്ക് കഴിക്കാറില്ല. അത് കാരണം ചേച്ചി സ്പെഷ്യൽ ആയിക്കോട്ടെ പോർക്കും ചേനാന്ന് വിചാരിച്ചു. മമ്മി ബിരിയാണി, ബീഫ്, ആ വക കാര്യങ്ങളൊക്കെ വെച്ചു. മോനുട്ടാ, ബിരിയാണി എങ്ങനെയുണ്ട്? സൂപ്പർ. അഭിപ്രായങ്ങൾ കിട്ടാ. അതാണ് നമ്മൾ ആദ്യം ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചത്. മമ്മി ചിരിക്കി, ബിരിയാണിയുടെ ടെൻഷനൊക്കെ മാറി. നമ്മുടെ കഴിച്ചാ മതി. വളരെ നല്ലത്. ബിരിയാണി ഇങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റം എവിടെ. എല്ലാ മസാലയും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. തനി നാടൻ സ്റ്റൈൽ. ഔഷുണ്ണി സ്വന്തമായിട്ട് കിട്ടിയിട്ടുള്ള ചെപ്പൊക്കെ പൊളിച്ചു നോക്കാനുള്ള പരിപാടി. ആവശ്യണ്ണി റെഡ് ബോക്സ് പൊളിക്കുകയാണോ? എല്ലാവരും ആകാംക്ഷയായിട്ട് നോക്കിയിരിക്കുകയാണ് ഔഷുണ്ണി എങ്ങനെയാണ് പെട്ടി പൊളിക്കാൻ പോണേന്ന്. ഔഷുണ്ണി പെട്ടി പൊളിച്ചു കഴിഞ്ഞു. മൂത്തപുത്രനാണ്. ഇത് പെട്ടിയുടെ ഉള്ളിലേക്ക് വീഴാനുള്ള ശ്രമം. പെട്ടിയിൽ വീണു പോയോ കുട്ടി? വേണോ കാറ് വേണോ? ഏതാ സംശയം? ഡൗട്ടാണ്. ഏത് വേണം? ഔഷു ഔഷു
ആവശ്യം ഉണ്ടോ ചേട്ടനോടെ വണ്ടി ഓടിച്ച് കളിക്കുകയാണ് ആവശ്യം